പണ്ട് മുതലേ പലരും വിശ്വസിക്കുന്ന ഒരു കഥയുണ്ട്. ഒരു മഹാനായ വ്യക്തിത്വം അദ്ദേഹം പറക്കുന്ന കുതിരയിൽ ചന്ദ്രനെ പിളർത്തി എന്നുള്ളൊരു കഥ. ഞങ്ങളുടെ ഡിങ്ക ഭഗവാൻ അതുപോലെ ചന്ദ്രനെ പിളർത്തിയ ഒരു കഥ കൂടിയുണ്ട്. അതിൽ ഡിങ്ക ഭഗവാന്റെ ഭാര്യയെ വിട്ടിട്ടാണ് ചന്ദ്രനെ പിളർത്തുന്നത്. ഡിങ്ക ഭഗവാൻ ഭാര്യയോട് പറയും ചന്ദ്രനെ ഒന്ന് പിളർത്തി വരാൻ, അപ്പോൾ പ്രകാശം പരക്കട്ടെ എന്നോ അങ്ങനെ എന്തൊക്കെയോ പാട്ട് പാടിക്കൊണ്ട് കുതിരപ്പുറത്ത് പോയിട്ട് ഒരു ചന്ദ്രനെ വെട്ടുന്ന ഒരു സംഭവമാണത്. പ്രകാശമുണരുന്നു, ചന്ദ്രൻ വിടരുന്നു. അതുപോലെ അങ്ങനെ പല കഥകളുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഈ കഥകളൊക്കെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്തേക്ക് നോക്കി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ അനന്തമായ നീലാകാശത്തിനപ്പുറം എന്താണെന്ന്? അവിടെ നമ്മുടെ ഇന്ത്യയുടെ പതാക പാറുന്നത് കാണാൻ നമ്മൾ എത്ര നാളായിരിക്കും കാത്തിരുന്നിട്ടുണ്ടാവുക? ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നെപ്പോലെ നിങ്ങളും അഹങ്കാരത്തോടു കൂടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ പതാക ചന്ദ്രനിൽ പാറിപ്പറക്കുന്ന ആ ഒരു നിമിഷം, ആ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അമേരിക്കയും റഷ്യയും ചൈനയും മാത്രം കയറിയിരുന്ന ആ എലൈറ്റ് സ്പേസ് ക്ലബിലേക്ക് ഇന്ത്യയും നെഞ്ചും വിരിച്ച് കയറാൻ പോവുകയാണ്. വെറും ഒരു റോക്കറ്റ് വിടുക, ഉപഗ്രഹം വിടുക എന്ന പരിപാടിയല്ല ഇത്. ജീവനുള്ള മനുഷ്യനെ, നമ്മുടെ സ്വന്തം ചോരയെ തീത്തിപ്പുന്ന ഒരു റോക്കറ്റിൻ്റെ മുകളിൽ ഇരുത്തി ബഹിരാകാശത്തേക്ക് അയച്ച് അവിടെ നിന്നും സുരക്ഷിതമായി തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുക. ആലോചിക്കുമ്പോൾ തന്നെ ഒരു റൊമാൻറ്റിഫിക്കേഷൻ മൊമെൻ്റ് ഒക്കെയല്ലേ ഇത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകം മുഴുവൻ ഇപ്പോൾ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. ഇത്രയും കാലം നമ്മളെ പുച്ഛിച്ചവർക്കുള്ള മറുപടിയാണ് ISRO നൽകാൻ പോകുന്നത്. ഗഗൻയാൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ ഫീൽ ചെയ്യുന്നില്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു ടെക്നോളജിയെ കുറിച്ചല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ അഭിമാനമായ ആ സ്വപ്ന പദ്ധതിയെ കുറിച്ചാണ്. എന്താണ് ഗഗൻയാൻ മിഷൻ? ഇതിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇതിനെ ഇത്രയധികം പേടിക്കുന്നത്? നമുക്ക് ഓരോന്നായി കീറി മുറിച്ച് തന്നെ പരിശോധിക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു വലിയ കവലയിൽ തന്നെയാണ്. ISROയുടെ ഗഗൻയാൻ മിഷൻ എന്ന് പറയുമ്പോൾ പലർക്കും വിചാരമുണ്ടാവുക ഇതൊരു സാധാരണ സ്പേസ് ട്രാവൽ ആണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 300 ടണ്ണിലധികം ഭാരമുള്ള കത്തിയെരിയുന്ന ഇന്ധനം നിറച്ച ഒരു കൂറ്റൻ റോക്കറ്റിൻ്റെ തുമ്പത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരൊറ്റ ചെറിയ പിഴവ് മതി, എല്ലാം തീർന്നു പോകും.